ക്യൂട്ട് ഹോംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കാണാൻ പോകുന്നത് രാജഗിരി മെഡിക്കൽ കോളേജിന് അടുത്തുള്ള 4 BHK വീടാണ്. ആ വീടിൻ്റെ വിശേഷങ്ങൾ കാണുന്ന മുമ്പ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കാണുന്ന പോലെ ഈ വീടിൻ്റെ കോമ്പൗണ്ട് വാള് നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. വീടിൻ്റെ കാർ പോർച്ചിലേക്ക് എളുപ്പത്തിൽ പ്രവേശിക്കാൻ പറ്റുന്ന വിധത്തിലാണ് ഡിസൈൻ ചെയ്തേക്കുന്നത് കേട്ടോ. ഒരു ഇന്നോവ സുഖമായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റുന്ന കാർ പോർച്ച് കിട്ടുന്നുണ്ട്. മുറ്റം മുഴുവനും ടൈല് യൂസ് ചെയ്തിട്ടുണ്ട്. 2 കാറ് ഈ മുറ്റത്ത് എക്സ്ട്രാ പാർക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥലം കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ഗാർഡൻ ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്ത് വരികയാണെങ്കിൽ നമുക്ക് ക്ലാഡിൻ ടൈല് യൂസ് ചെയ്തേക്കുന്നത് കാണാൻ പറ്റും. അവിടെ ചെറിയൊരു ഗാർഡൻ സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ പില്ലറിലും ക്ലാഡിൻ ടൈല് ചെയ്തേക്കുന്നത് കാണാൻ പറ്റും. KWAയുടെ വാട്ടർ കണക്ഷനാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ ബോർവെൽ കണക്ഷനും കൊടുത്തിട്ടുണ്ട്. നല്ല വലിയൊരു സിറ്റ് ഔട്ടാണ് കിട്ടുന്നത്. ഗ്രാനൈറ്റ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. വീടിൻ്റെ വാതിലിനെ പറ്റി പറയുകയാണെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഐലീഫിൻ്റെ ഡോറാണ് കേട്ടോ ഈ വരുന്നത്. നല്ലൊരു ലിവിങ് ഏരിയ കേട്ടോ കാണാൻ പറ്റാം. അവിടെ ടെക്സ്റ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ TV യൂണിറ്റിനുള്ള പോർഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ക്ലോസ് ചെയ്തേക്കുന്നതാണ്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ യൂസ് ചെയ്യാം കേട്ടോ. അതുകൂടാതെ നമ്മൾ ഈ റൂമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫാൾ സീലിംഗ് ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. LED സ്ട്രിപ്പ് ലൈറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. LED ലൈറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫാമിലി ലിവിങ് ഏരിയയായിട്ടാണ് പ്രവേശിക്കുന്നത്. അവിടെ ഒരു റൊട്ടേറ്റ് ചെയ്യാവുന്ന TV യൂണിറ്റ് ഏരിയയാണ് സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. ഒരു വലിയ ലിവിങ് സ്പേസ് ആയി കിട്ടുന്നത്. ഒരു വലിയ സോഫ സെറ്റ് തന്നെ ഇവിടെ വീഴുന്ന വിധത്തിൽ 2 സെറ്റ് ചെയ്യാം. ആദ്യത്തെ റൂമിലേക്കാട്ടോ നമ്മൾ പോകുന്നത്. ഒരു വലിയ ബെഡ്റൂം തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും. ഒരു 4 മീറ്റർ നീളമുണ്ട്. ഒരു 3.5 മീറ്റർ വീതി കിട്ടുന്നുണ്ട്. ഫോൾ സീലിംഗ് ചെയ്തിട്ടുള്ള റൂമാണിത്. പിന്നെ കബോർഡിനെ പറ്റി പറയുകയാണെങ്കിൽ വലിയ ഒരു വാർഡ്രോബാണ് ഇവിടെ ചെയ്തേക്കുന്നത്. പിന്നെ ഡ്രസ്സിംഗ് ടേബിളും കൊടുത്തിട്ടുണ്ട്. ഒരു വാഷ് കൗണ്ടർ ഇവിടെ കൊടുത്തേക്കുന്നുണ്ട് കേട്ടോ. അവിടെ താഴെ കബോർഡും ചെയ്തിട്ടുണ്ട്. പിന്നെ ബാത്റൂം ആണെങ്കിൽ വലിയൊരു ബാത്റൂം തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. മാറ്റ് ഫിനിഷുള്ള ടൈലാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. ജാഗറിന്റെ ഫിറ്റിംഗ്സ് തന്നെയാണ് എല്ലാം യൂസ് ചെയ്തേക്കുന്നത് കേട്ടോ. ഇവിടെ എല്ലാം യൂസ് ചെയ്തേക്കുന്ന 5 അടി നീളമുള്ള ടൈലാണ് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മളിപ്പോൾ കാണുന്നത് ഡൈനിങ് ഹാളാണ്. ഫാൾ സീലിംഗ് ഒക്കെ ചെയ്ത് ഭംഗിയാക്കിയിട്ടുള്ള ഹാളാണ് കാണുന്നത്. പിന്നെ കാണുന്നത് വാഷ് കൗണ്ടർ ഏരിയ ആണ്. നന്നായിട്ട് പാനൽ ചെയ്തിട്ടുണ്ട്. ജാഗറിൻ്റെ ഫിറ്റിങ്സ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. സെറയുടെ വാഷ് ബേസിൻ കേട്ടോ. പിന്നെ ഇതിന് ഇപ്പുറത്തായിട്ട് ഒരു ക്രോക്കറി ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. താഴെയും കബോർഡുകൾ വരുന്നുണ്ട്. പിന്നെ ഓപ്പൺ കിച്ചണാണ് കാണുന്നത്. 2 ഫാൻസി ലൈറ്റ് കൊടുത്തങ്ങനെ കാണാൻ പറ്റും. പിന്നെ കിച്ചനെ പറ്റി പറയുകയാണെങ്കിൽ ധാരാളം കബോർഡുകൾ ചെയ്തിട്ടുണ്ട്. മൾട്ടിവുഡാണ് കബോർഡിന് യൂസ് ചെയ്തിരിക്കുന്നത് മെറ്റീരിയൽ കേട്ടോ. ഗ്രാനൈറ്റ് ടോപ്പ് ചെയ്തിരിക്കുന്നു. അവിടെ ചിമ്മിനിയുടെ പോർഷൻ ഇട്ടിട്ടുണ്ട്. ഓൾറെഡി ചെയ്യും. അടുത്തത് ഒരു വർക്ക് ഏരിയ ആണ് കാണുന്നത്. ശരിക്കും ഇത് വർക്ക് ഏരിയ അല്ല, ഒരു സെക്കൻഡ് കിച്ചൺ എന്ന് തന്നെ പറയാവുന്ന വിധത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി കബോർഡ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ക്വാളിറ്റി ഉള്ള മൾട്ടിവുഡ് തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ.
അടുക്കളയുടെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇത്രയും സ്ഥലം ഇവിടെ കിട്ടുന്നുണ്ട്. പുറത്ത് ഒരു അലക്കുകല്ല് കൊടുത്തിട്ടുണ്ട്, അവിടെ ഒരു പൈപ്പും കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ കാണുന്നതാണ് രാജഗിരി മെഡിക്കൽ കോളേജ്. രാജഗിരി മെഡിക്കൽ കോളേജിൽ കാണാവുന്ന ദൂരത്തിലാണ് ഈ വീട് വരുന്നത് കേട്ടോ. ഇതാ ഇവിടെ വരുമ്പോൾ പുറത്ത് ഗ്യാസ് സെറ്റ് ചെയ്യാനായിട്ട് പോർഷൻ ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. അതുകൂടാതെ പുറത്തൊരു ബാത്റൂമും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി താഴെയുള്ള രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് നമ്മൾ പോകുന്നത്. ഇവിടെയും വലിയ റൂം തന്നെ കേട്ടോ സെറ്റ് ചെയ്തിരിക്കുന്നത്. LED സ്റ്റെപ്പ് ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്, ഫാൾ സീലിംഗ് ചെയ്തിട്ടുണ്ട്, LED ലൈറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ വാർഡ്രോബ് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഒരു സ്റ്റഡി ടേബിളും കൊടുത്തിട്ടുണ്ട്. ഒരു വാഷ് കൗണ്ടർ ഏരിയ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തും കബോർഡുകളെല്ലാം ചെയ്തിട്ടുണ്ട്. നല്ലൊരു ബാത്റൂമും ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നു. ഇനി നമ്മൾ മുകൾ നിലയിലേക്കാണ് പോകുന്നത്. ഇവിടെ ഗ്രാനൈറ്റ് ലെപ്പോത്രയുടെ ഗ്രാനൈറ്റ് യൂസ് ചെയ്തേക്കുന്നത്, ലെതർ ഫിനിഷാണ് യൂസ് ചെയ്തേക്കുന്നത് കേട്ടോ. നല്ല വലിയൊരു ലിവിങ് സ്പേസിലേക്കാണ് നമ്മൾ എത്തിപ്പെടുന്നത്. ഈ വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെയും വലിയൊരു റൂം തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു വലിയ കബോർഡ് തന്നെ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു വാഷ് ബേസിൻ കൊടുത്തിട്ടിരിക്കുന്നു. ഈ ബാത്റൂമിൽ ഒരു ഇടത്തരം വലിപ്പമാണ് ഉള്ളത്. ജാഗറിന്റെ ഫിറ്റിംഗ്സ് ഒക്കെ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നാലാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെയും ഒരു 4 മീറ്റർ നീളം ഈ റൂമിൽ കിട്ടുന്നുണ്ട്. ഒരു ഡ്രസ്സിംഗ് ടേബിൾ അവിടെ കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. കുറച്ച് കബോർഡുകളും അതിൻ്റെ ഒപ്പം തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ബാത്റൂമാണ് കാണുന്നത് കേട്ടോ. ഒരു വലിയ ബാത്റൂം തന്നെയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് യൂട്ടിലിറ്റി ഏരിയ ആണ് കേട്ടോ. നമ്മൾ കയറുമ്പോൾ തന്നെ ഒരു വാഷ് ബേസിൻ കാണുന്നു, മിറർ കാണുന്നു, അതിന് തൊപ്പിട്ട് ഇപ്പുറത്തായിട്ട് വാഷ് മെഷീൻ സെറ്റ് ചെയ്തേക്കുന്ന സംഭവങ്ങളാണ് കാണുന്നത്. ഇനി കാണുന്നത് വലിയൊരു ഏരിയ ആണ്. ഒരു ചെറിയ ഫംഗ്ഷൻ തന്നെ നടത്താൻ പറ്റുന്ന യൂട്ടിലിറ്റി ഏരിയ എന്നല്ല, ഒരു ഹാള് തന്നെയായിട്ട് പറയാൻ പറ്റുന്ന ഏരിയ ആണ്.
സ്റ്റെയർ മേളിൽ വരെ കവർ ചെയ്തിട്ടുണ്ട്. ഒരു മഴയത്ത് പോലും ഇങ്ങോട്ട് വെള്ളം വീഴാത്ത വിധത്തിലാണ് കവർ ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബാൽക്കണി കണ്ടു നോക്കാം. അപ്പോൾ ഈ വീട് വന്നിട്ട് 5,900 സെൻറ്റ് വരുന്നത്. 2,750 സ്ക്വയർ ഫീറ്റാണ് വീട് വരുന്നത്. ബിൽഡർ ചോദിക്കുന്ന വില 1,15,00,000 രൂപയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.